സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ ഭാവിയെപ്പറ്റിയുള്ള സ്വപ്നങ്ങളൊക്കെ തകർന്നതിലൂടെയാണോ നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കും നിങ്ങളെപ്പറ്റി ഒരു പ്രതീക്ഷയോ സ്വപ്നമോ കാണാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളോട് പറയാനൊരു സദ്വർത്തമാനമുണ്ട്. നിങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതം. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് ദാവീദ്. തൻ്റെ ജീവിതത്തിൽ ആട്ടിടയൻ എന്നതിനപ്പുറം ഒരു സ്വപ്നവും കാണാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ദാവീദ്. തൻ്റെ അപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദ് ഒരു നല്ല ആട്ടിടയൻ മാത്രമാണ്. തൻ്റെ സഹോദരങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദ് അവരെ സഹായിക്കാൻ ചെല്ലുന്നൊരു ബാലൻ മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ ദാവീദ് ഒരു രാജാവായിരുന്നു. ഒരു രാജ്യത്തെ നയിക്കുന്ന, ഒരു രാഷ്ട്രത്തെ നയിക്കുന്ന ഒരു രാജാവായിരുന്നു ദാവീദ്. നമ്മളുടെ സ്വന്തമായിരിക്കുന്ന അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ കാണാൻ കഴിയാത്തതിനപ്പുറം നമ്മെപ്പറ്റി ഒരു സ്വപ്നം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സകല സ്വപ്നങ്ങളും തകർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഉപേക്ഷിക്കുക. ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ കാൽച്ചുവട് വയ്ക്കുക. ദൈവത്തിൻ്റെ സ്വപ്നം നിങ്ങളെ ഉയർത്തും. ദൈവത്തിൻ്റെ സ്വപ്നം നിങ്ങളെ വളർത്തും. നിങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ പ്ലാനിൽ നിങ്ങൾ ഒരു രാജാവാണ്. തിരിച്ച് ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്ക് കയറുക. മറക്കരുത്, നമ്മുടെ ദിവസമാണ്. God bless you.